എനിക്കതിൽ ഏറ്റവും വിഷമമായത് രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള SDP പോലുള്ള സംഘടനകളെ, കരമനയിൽ SDP പോയ 600 വാർഡിലുള്ള സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും നമ്മുടെ പ്രവർത്തനം സഹായമാകുന്നത്. അപ്പോൾ ഇത് പലതവണ നമ്മളെ സംഘത്തിൻ്റെ തൊട്ട് എല്ലാ അധികാരികളെയും രേഖാമൂലം ഞാനിത് അറിയിച്ചെങ്കിലും മറ്റ് നടപടികളുണ്ടായിട്ടില്ല. കർമ്മ ന്യൂസ് പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ശ്രീ ദുർഗാദാസ് ശിശുപാലനാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ പിതാവ് വളരെ സുപരിചിതനാണ്. ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാപക അധ്യക്ഷനായ ശിശുപാൽ എന്നറിയപ്പെടുന്ന ശിശുപാലൻ ജി. അദ്ദേഹത്തിന്റെ മകനാണ് ശ്രീ ദുർഗാദാസ് ശിശുപാലൻ. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കഴിഞ്ഞ ദിവസം അങ്ങയുടെ ഫേസ്ബുക്ക് പേജ് കണ്ടിട്ട്, ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട്. അങ്ങൊരു സ്ഥാനമാറ്റം അല്ലെങ്കിൽ ഒരു ചാഞ്ചാട്ടം നടത്തിയോ? അതെ, ഒന്ന് ചാടി. എന്തു പറ്റി? അത് പെട്ടെന്ന് നമുക്ക് സംഘടനയുടെ ഒരു സംഘടനാ നിലപാട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രത്യേകിച്ച് നമ്മൾ സാധാരണ പാവപ്പെട്ട ഏറ്റവും താഴ്ത്തിട്ടുള്ള പ്രവർത്തകരെ വരെ കയ്യിലെടുത്തുകൊണ്ട് അവരുടെ ഒരു ഉന്നമനം, എല്ലാ ജനങ്ങളുടെയും ഉന്നമനം, പാർട്ടിയിലെ ഒരു വികസനം, ആ രീതിയിലൊരു ചട്ടക്കൂടിലാണ് പ്രത്യേകിച്ച് ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം. അതിലാകർഷനായിട്ടാണ് പിന്നെ അച്ഛൻ്റെ കൂടെ തന്നെ, അച്ഛനും സംഘത്തിൻ്റെ ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലയുടെ ആദ്യത്തെ കാര്യവാഹമായിരുന്നു, വിഭാഗിൻ്റെ ആദ്യത്തെ കാര്യവാഹമായിരുന്നു. അപ്പം സംഘപ്രവർത്തനം ഉള്ള സമയത്ത് ഇവിടെ ഒരു ഹിന്ദു മുന്നണി വരികയും അത് കഴിഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടി വരികയും, പക്ഷേ അച്ഛൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ മറ്റൊന്നുമില്ലായിരുന്നു, സംഘത്തിൻ്റെ തന്നെയാണ് മുഴുവൻ സമയം. അങ്ങനെ ഒരു സ്വയംസേവനായിട്ട് മാത്രം കഴിഞ്ഞു. ഹിന്ദു ഐക്യവേദിയായിരുന്നു അദ്ദേഹം സ്ഥാപിച്ചത്. പക്ഷെ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കാനായിരുന്ന ഒരു താല്പര്യമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ പറയുന്നത്. പക്ഷെ ഞാൻ ഒരു 2022 പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വൻ തീവ്രവാദ ശക്തികളുടെ അവർ നമ്മുടെ ഗൾഫിലുള്ള പ്രവർത്തനം അതെല്ലാം കണ്ട് ഗൾഫിൽ എൻ്റെ ജോലി തടസ്സപ്പെടുത്തി ഞാൻ നാട്ടിൽ വന്നു. കർമ്മ ന്യൂസാണ് അത് ആദ്യം റിപ്പോർട്ട് ചെയ്യുകയും എൻ്റെ പല കാര്യങ്ങളും വന്നു. ആ 2022 മുതൽ ഈ പാർട്ടിയുടെ ഒരു മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് ഈ കേരളത്തിൽ ഈ പാർട്ടി അതിശക്തമാക്കണം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ചാല ഒരു ഏരിയ സെക്രട്ടറി ആയിട്ടും കഴിഞ്ഞ മുമ്പത്തെ ജില്ലാ പ്രസിഡന്റ് സമയത്ത് ചാല ഏരിയ സെക്രട്ടറി ആയിട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പൊക്കെ മുഴുവൻ സമയ പ്രവർത്തനമായിരുന്നു. എന്നാൽ പുതിയ ഒരു അധ്യക്ഷൻ വന്നതിന് ശേഷം, തിരുവനന്തപുരം ജില്ലയിൽ അധ്യക്ഷൻ വന്നതിന് ശേഷം പാടെ നമ്മളെ പോലുള്ള മുഴുവൻ പാർട്ടിക്ക് വിശ്വസിച്ച് പാർട്ടിയാണ് നമ്മുടെ ജീവൻ എന്നുള്ള രീതി നടക്കുന്ന അത്തരം പ്രവർത്തകരെ ഒരു അവഗണിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് തുടക്കം തൊട്ടേ കാണുന്നത്. ഏരിയ സെക്രട്ടറി ആയിരുന്ന എനിക്ക് മറ്റ് ചുമതലകളോ കാര്യങ്ങളോ ഒന്നും നിശ്ചയിച്ചില്ല. പകരം അദ്ദേഹം വാർഡിൽ മുഴുവൻ സമയം പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഒരു വാർഡ് എന്ന് പറയുമ്പോൾ 600 വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വേരുകൾ ശക്തമാക്കാനായിട്ട് അവിടെ CPMൻ്റെ പരമ്പരാഗതമായൊരു വാർഡാണ്. ആ വാർഡിൽ ഈ CPMൻ്റെ അഴിമതികൾ നിരവധി തവണ നമ്മൾ കർമ്മ ന്യൂസാണ് ആദ്യം അവിടുത്തെ 2 അഴിമതികൾ പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന CPM കൗൺസിലർ വലിയശാല പോയി നിന്നെങ്കിലും നമ്മുടെ വാർത്തകൾ കൊണ്ട് അവിടെ തോൽക്കു. ദയനീയമായി വലിയശാലയും CPMൻ്റെ വാർഡായിരുന്നു, അവിടെയും തോറ്റ് അവിടെ BJP ജയിച്ചു. 600 വാർഡിൽ 2ാം സ്ഥാനം വന്നു. പക്ഷേ നമ്മുടെ 600 വാർഡിൽ കാണുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിലെ ഇപ്പോൾ പറയുന്നതിൽ അധ്യക്ഷൻ്റെ ഒരു കീഴിലുള്ള ചെറിയൊരു ഗ്രൂപ്പ് സംവിധാനങ്ങൾ കാര്യങ്ങൾ അവർ പാർട്ടി ശിഥിലമാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പ് പ്രവർത്തനം കൊണ്ട് നമുക്ക് ഈ വാർഡിൻ്റെ ചുറ്റുമുള്ള ഈ 600 വാർഡിൻ്റെ ഞാൻ താമസിക്കുന്ന 600 വാർഡിൻ്റെ ചുറ്റുമുള്ള എല്ലാ വാർഡിലും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. പക്ഷേ ഈ വാർഡ് നമുക്ക് ജയിക്കാനായിട്ട് കഴിയാത്തതിന് കാരണം ഈ ചില ഗ്രൂപ്പുകളുടെ, അതായത് ഈ പാർട്ടിക്കകത്ത് അത് ജില്ലാ അധ്യക്ഷനോട് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹവും കൂടെ സപ്പോർട്ട് ചെയ്യണം. ഒരു കുടുംബ പാരമ്പര്യം ആ രീതിയിലൊക്കെ കൊണ്ടുപോകുന്നു, പാർട്ടിയെ വേറെ രീതിയിൽ നയിക്കുന്നു. അത് അവിടുത്തെ CPMൻ്റെ പ്രവർത്തനത്തിനെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. എനിക്കതിൽ ഏറ്റവും വിഷമമായത് രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള SDP പോലുള്ള സംഘടനകളെ, കരമനയിൽ SDP പോയ 600 വാർഡിലുള്ള സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും നമ്മുടെ പ്രവർത്തനം സഹായമാകുന്നത്. അപ്പോൾ ഇത് പലതവണ നമ്മളെ സംഘത്തിൻ്റെ തൊട്ട് എല്ലാ അധികാരികളെയും രേഖാമൂലം ഞാനിത് അറിയിച്ചെങ്കിലും
മറ്റ് നടപടികളുണ്ടായിട്ടില്ല. പക്ഷേ അതിൽ ദയനീയം നമുക്ക് അല്ലെങ്കിൽ ഒരു വിഷമകരമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഞാൻ റിപ്പോർട്ട് ചെയ്ത് പരാതികൾ കൊടുക്കുകയും ചെയ്യും, ഉദാഹരണ സഹിതം കാരണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഓരോ നിമിഷവും എന്നെ പല സ്ഥാനത്തു നിന്ന് അവർ മാറ്റി നിർത്തുകയാണ്. എന്തായിരിക്കും അതിന് കാരണം? അങ്ങനെ എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിച്ചത്? എനിക്കത് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ഞാനിപ്പം തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നതാണെങ്കിൽ പോലും ഇത്രയും മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് പാർട്ടി പ്രവർത്തനം ചെയ്യുകയും അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം ചെയ്തിട്ടുള്ള ചില വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് പിന്നെ ഭാഷ കൈകാര്യം ചെയ്യാനും നമുക്ക് പാർട്ടി മാത്രം, അതിൻ്റെ പാർട്ടിയുടെ ആശയം മാത്രം മതി. പണത്തിനോടോ അല്ലെങ്കിൽ അതിൻ്റെ സമ്പത്തിനോടുള്ളൊരു നമുക്ക് കൊതിയില്ല. കാര്യം സമ്പത്ത് നമ്മൾ കണ്ട് വളർന്നതാണ്. നമുക്ക് ഇപ്പം സുഡാപ്പികളും മറ്റൊരു അവരുടെ മുമ്പ് അവർ പറയുന്ന അവർക്കൊരു മാപ്പ് കുറേ കാര്യങ്ങൾ ചെയ്താൽ ഇന്നും നമുക്ക് ലക്ഷങ്ങൾ ശമ്പളത്തുള്ള ഒരു നല്ലൊരു പദവിയിലാണ് എനിക്ക് ഇരിക്കാൻ പറ്റുന്നത്. അപ്പം അതെനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഈ ദേശീയ ലെവലിൽ തന്നെ നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവും എല്ലാം കൊണ്ടും ഈ അധ്യക്ഷൻ്റെ കൂടെ നടക്കുന്ന ചില കച്ചവടക്കാരാണ്. ഞാനിവിടെ വന്ന് കാണുമ്പോൾ ചില കച്ചവടക്കാർ, അതായത് പ്രവാസി വ്യവസായി ആയാലും ഇവിടുത്തെ വ്യവസായി ആയാലും കൊച്ചു വ്യവസായി ഇവിടെയുള്ള വ്യവസായി ആയാലും ഈ വ്യവസായി കൂട്ടം പാർട്ടിയെ അങ്ങ് കൈയടക്കിയില്ല. കാര്യം അദ്ദേഹം ഇപ്പോൾ അവർ പറയുന്ന അനുസരിച്ചിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യും, അവരുടെ താല്പര്യമുള്ള ആളുകളെ പൊസിഷനുകളിൽ നിർത്തുകയും ചെയ്യും. അപ്പം ഞാൻ നോക്കുമ്പോൾ പാർട്ടി ഒരു ബിസിനസ്സുകാരുടെ അല്ലെങ്കിൽ അവർക്ക് കച്ചവടം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് നയിക്കാനുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. പാർട്ടിയിൽ നിന്ന് വരുന്ന ഇപ്പോൾ ഫണ്ടുകളായാലും മറ്റു കാര്യങ്ങളായാലും ഇവർക്ക് ഇവരുടെ ഒരു ബിസിനസ് താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ തെറ്റായ രീതിയിലാണ് അത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മനസ്സും എടുത്തിട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന്. അതുകൊണ്ട് മനസ്സ് മടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ തന്നെ സംഘത്തിൽ ആദ്യത്തെ ജില്ലാ കാര്യവാഹും തിരുവനന്തപുരത്തിൻ്റെ വിഭാഗ കാര്യവാഹമായിരുന്നു. അപ്പോൾ അച്ഛൻ പണ്ട് മുതൽ പറയാറുള്ളത്, നമുക്ക് എന്ത് വിഷമം വന്നാലും അത് സംഘടനയിലെ മുഴുവൻ സമയ പ്രവർത്തകരായിട്ടുള്ള അത്തരം ആളുകളെ അറിയിക്കുക, അല്ലെങ്കിൽ നേതാക്കളെ അവരെ അറിയിക്കുക. മറ്റ് പൊതുവേദികളിൽ നമ്മളിത് സംസാരിക്കില്ല. ഇപ്പോൾ നമ്മളിത് ചാനലിൽ വരേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ തന്നെ അത് നമ്മൾ പല ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഏതാണ്ട് 2022 അത് കഴിഞ്ഞ് നമ്മൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ട് ഞാൻ ഈ സംഘടനയുടെ അവസ്ഥ ഈ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇത് നമുക്ക് വലിയൊരു ആപത്ത് ഇവിടെ ഉണ്ടാവും, അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെല്ലാം ഒരു അവഗണിക്കുന്ന രീതിയിൽ അവർ ഇപ്പം ഈ പറയുന്ന ജില്ലാധ്യക്ഷൻ അല്ലെങ്കിൽ അവർ പറയണ കേട്ട് മാത്രം നിൽക്കുന്ന രീതി. അപ്പോൾ എന്നെപ്പോലെ സാധാരണ പ്രവർത്തകരായിട്ടുള്ള നിറയെ പേര് അതിൽ വളരെ മനസ്സ് പഠിക്കും. പക്ഷേ പാർട്ടി ഒരു ജയിക്കണം, അല്ലെങ്കിൽ പാർട്ടി നമ്മൾ നരേന്ദ്രമോദിജിയുടെ ആ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ എത്തണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പിൽ ഒരു മിണ്ടാപ്രാണ് അല്ലെങ്കിൽ സൈലൻ്റായിട്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഇതങ്ങ് ഞാനിപ്പോൾ നോക്കുമ്പോൾ ഈ സംഘടന അവർക്കൊരു കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും അല്ലെങ്കിൽ കച്ചവടം ഇങ്ങനെ രീതിയിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിലൊരു പോക്കുപോയി. ഇപ്പോൾ സംഘടനാ തലത്തിൽ അല്ലെങ്കിൽ സംഘടനാ കാര്യം ചെയ്യുന്നവർക്ക് ഒരു സംഘാടകന് സാധാരണ ഒരു സംഘടന അങ്ങനെയുള്ള ആളുകൾ അവർക്ക് പ്രാധാന്യം ഇല്ലാതായി മാറി. അപ്പോൾ അതിന് മനസ്സ് വിഷമിച്ചു. പക്ഷേ എന്നാൽ നമുക്ക് നരേന്ദ്രമോദിജിയുടെ അദ്ദേഹത്തിനോടുള്ള ആദരവും ഭക്തിയും നമ്മൾ വലിയ ആരാധനയാണ് അദ്ദേഹത്തിന്. എക്കാലവും അത് ഉള്ളിലുണ്ട്. സ്വയം സേവകൻ എന്നുള്ള രീതിയും നമുക്ക് കളയാൻ പറ്റില്ല. സംഗമം എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡും നമ്മുടെ ശരീരമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു NDAയുടെ തന്നെ ഒരു ഘടകകക്ഷിയായിട്ടുള്ള കാമരാജ് കോൺഗ്രസ്, കാമരാജ് കേരള കോൺഗ്രസ്, അത്തരം ഒരു വലിയ ആ സംഘടനയിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അദ്ദേഹം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് സംഘത്തിൻ്റെ വളരെ പ്രാധാന്യപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹം വലിയൊരു നാടാർ കമ്മ്യൂണിറ്റി നമ്മുടെ ഭാഗത്ത് പല കൺവെർട്ടഡായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്ത് അതെല്ലാം തടഞ്ഞുകൊണ്ട് ഹിന്ദു സമൂഹത്തിന് ആ നാടാർ കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുവന്ന് VSDPയുടെയൊക്കെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെയാണ് ഈ കാമരാജ് കേരള കോൺഗ്രസ്. അതിലാണിപ്പോൾ ഞാൻ ജില്ലാ സംഘടനാ സെക്രട്ടറിയായിട്ട് ഇന്നലെ ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പം അത് നമുക്ക് അത്രയ്ക്ക് ഒരു
വിഷമമുള്ളതുകൊണ്ടാണ്. എന്തായാലും ശ്രീ ദുർഗാദാസ് ശിശുപാലിനെ പോലെയുള്ളവർ BJP-യുടെ തലപ്പത്ത് എത്തിയില്ല എങ്കിൽ പോലും BJP-യുടെ പാർട്ടായിട്ട് ഉണ്ടാവേണ്ടതാണ്. കാരണം അത്രമാത്രം രാജ്യസ്നേഹവും ശക്തമായ പ്രവർത്തനവും കാഴ്ചവെക്കുന്ന അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സ്വയം സേവകനാണ് അദ്ദേഹം. പക്ഷേ അങ്ങനെയുള്ളവരെ, അത്തരക്കാരെ മനഃപൂർവ്വം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അവരെ അവഗണിക്കുകയോ അവരെ ഉയർന്നു വരാൻ സമ്മതിക്കാതെയോ, അദ്ദേഹം പറയുന്ന പോലെ തന്നെ ഇത്രയും സ്കില്ലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം, ആ പരിഗണന പോലും അദ്ദേഹത്തെ കൊടുക്കാതെ ഒഴിവാക്കുമ്പോൾ, ഒരു സ്വയം സേവകൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയാണ്. അത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ണടയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആ സ്വയം സേവകന്റെ ആത്മാഭിമാനം തന്നെയാണ് അദ്ദേഹം കാണിച്ചത്. ചവിട്ടിത്താഴ്ത്തുന്നിടത്ത് നിൽക്കുകയില്ല എന്നുള്ള ആ ഒരു തീരുമാനം തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. എന്തായാലും എവിടെ ചെന്നാലും എനിക്കറിയാം അങ്ങയുടെ ആ ഒരു ആർജവം എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘടനയുടെ ഭാഗമാകുമ്പോൾ അങ്ങക്ക് നല്ല രീതിയിൽ